അപ്പൊ എന്നോട് എടുക്കടാ എന്ത് എന്ത് ഇതുപോലെ തന്നെ ഞാനും ചോദിച്ചേ എന്തെന്ന് ലൈസൻസ് എടുക്കടാന്ന് എന്റെ അടുത്തുണ്ടത് എനിക്കിത് പ്രസവത്തിലേ ഇല്ലല്ലോ ഉമ്മ എപ്പോഴും പറയൂ എനിക്കൊരു ലൈസൻസ് ഇല്ലാത്ത കളിയാണ് ഞാൻ പറഞ്ഞ പോലീസുകാരെ അതിന്റെ അടുത്തില്ല ഇപ്പൊ എന്താക്കും ലൈസൻസ് ഇല്ലെങ്കിലേ വണ്ടി അവിടെ സൈഡാക്കിട്ടോ എന്താ വിചാരിച്ച എന്റെ വാപ്പന്റെ മുതലാണ്ട റോഡ് 2 ചാട്ടോ എന്നോട് പോലീസുകാരനായതുകൊണ്ടാ എന്റെ കൈ ഇങ്ങനെ തരിച്ചത് നിങ്ങളൊക്കെയാണ് കിട്ടിപ്പോയിനി എന്താണ്ടോ അല്ല അതല്ല പോലീസുകാരോട് നമുക്ക് പോലീസുകാരുള്ളത് എന്നോട് ആർ ടി ഓഫീസറാണ് ഞാൻ ശരി അതുണ്ടാവും എന്നിട്ടോ അപ്പൊ ഞാൻ അവനോട് പൈസ ഒന്നും വേണോ പൈസ ഒന്നും വേണ്ട പുണ്യാഴ്ച പോലീസുകാരുടെ കൂട്ടത്തിലും ചില നല്ല ടൈപ്പ് അവന് പണ്ടാരടക്കം ലൈസൻസ് അപ്പൊ ഞാൻ ചോദിച്ചത് എവിടുന്നാ കിട്ടുക നമുക്ക് വലിയ വീതവും വിദ്യാഭ്യാസമൊന്നും ഇല്ല നമ്മുടെ പയ്യൻ 4ാം ക്ലാസ് ശരി എവിടുന്നാ കിട്ടാൻ ചോദിച്ചു അപ്പൊ എന്നോട് ആർ ടി ഓഫീസ് പോയിക്കോ ആരെയാണ് കൊടുക്കാൻ ഞാൻ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നേരം ഇങ്ങോട്ട് പോന്നാ ഒരു 2-3 ലൈസൻസ് ഓട്ടെ 2-3 ലൈസൻസ് എന്താട്ടോ മീൻ ചാപ്പയോ ഉണ്ടാവില്ല അല്ല 20 തന്നേക്ക് അനക്കും ഉമ്മക്കും അമ്മായിക്കൊക്കെ ഓരോന്ന് കൊടുത്തേക്ക് അങ്ങനെയൊന്നും കിട്ടൂലോ അത് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ ആവശ്യമുണ്ട് മനസ്സിലായോ ചില പരീക്ഷകൾ നടത്തി ചില പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കാവൂ ആർക്കാ ലൈസൻസ് പിന്നെ ആർക്കാ പരീക്ഷ പരീക്ഷ ശരിയാവില്ലേ ഞാൻ പറഞ്ഞില്ല ഞാൻ പയ്യ 4ാം ക്ലാസ്സാ എനിക്ക് ശരിക്കും ഇങ്ങോട്ട് വരൂല എഴുത്തും വായനയൊന്നും പ്രശ്നമില്ലടോ ഞാൻ കുറച്ച് സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു നീ അതിന് സാങ്കല്പികമായിട്ടുള്ള ഉത്തരം ഇങ്ങോട്ട് പറയും ചോദ്യോത്തരം മാത്രം ആയിക്കോട്ടെ ചോദിക്കാം എന്താ പേര് ആലി പാപ്പന്റെ പേരെന്താ പാപ്പന്റെ പേര് മമ്മാലി ഞാൻ മീൻപണിയാണ് ശരി മീൻപണിക്ക് പോകുമ്പോഴോ പോയി കുൽമാനൊക്കെ ഉണ്ടായി മീൻപണിയാ എന്റെ മീൻപണി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചൊണ്ണൊക്കെ ഒരു ചെരുവ് മീൻപണിയാണോ ചോദിച്ചതല്ലേ ഒറ്റ മിനിറ്റ് പുറഞ്ഞു വിളിക്കുന്നത് വൈബ്രേഷൻ ഇട്ടേനി ഹലോ ആരാണ് ബഷീറാ അന്നെ പോലീസ് ഇടിച്ച് നമ്മളെ പാളയത്തുനിന്ന് ലൈസൻസ് ഇല്ലാൻ പോലെ ഞാൻ എന്നിട്ടിപ്പോ ഇവിടെയുള്ള പോലീസ് സ്റ്റേഷൻ അല്ലടാ ഇത് കൊടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ എന്താ നിന്റെ പേര് മലയാളി നിന്റെ പേരെന്താ ഓഫീസറോ എന്റെ അപ്പോ കേട്ടില്ല ഈ ഇവിടെയുള്ളത് ഇവിടെ ഇപ്പപ്പെട്ടാമസ് പോലത്തെ ഒരു സാധനം ഉണ്ട് മോനെ ഇതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കിട്ടണോ ഞാൻ ഇത് മേടിച്ചിട്ട് വരണ്ട് അല്ല നമ്മളെ കമ്പനിക്കാർക്ക് എല്ലാവർക്കും ഉണ്ടോ നാട്ടിലിത് നമ്മളെ ജോസഫിനുണ്ടോ തേങ്ങലിക്കാണ് ബാബുനോ എടാ ആർക്കെങ്കിലും ഇല്ലാത്തുണ്ട് എന്റെ മൊബൈലിലേക്ക് വിളിച്ചു പറഞ്ഞാലേ എല്ലാവർക്കും ഉള്ള മേടിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വരാം വെറുതെ ഓരോരുത്തർ വന്ന് നിങ്ങൾ അടങ്ങാറാക്കണ്ടല്ലോ ഓർക്കൊക്കെ ഉണ്ടും പോലെ എന്നാ ഞാൻ കടപ്പുറത്തേക്ക് വരാം എനിക്കൊരു കൊട്ട മത്തി എടുത്ത് വെച്ചാൽ ഞാൻ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ കളി എന്തായി സച്ചിൻ ഔട്ടായും പോലെ ഈ സച്ചിനൊക്കെ ഇനി മീൻപണിക്ക് പോകുക തക്കാളിപ്പെട്ടി ഗോദ്രേജിന്റെ പൂട്ടോ മീൻപണിക്ക് പോകണ മൊബൈലൊക്കെ ശരി ഇപ്പൊ ഞാൻ എവിടെയാന്നുള്ളത് ബഷീർ അറിഞ്ഞില്ലേ കടലിൽ പോകുമ്പോൾ നിനക്ക് ഇതിനുള്ള ഉപയോഗം കടലിൽ നമ്മൾ മീൻ പിടിച്ചോണ്ട് വെക്കുമ്പോഴേക്കും ബഷീർ വിളിക്കാം അല്ലേ മത്തി പിടിക്കണ്ട അയില പിടിച്ചാ കടലിൽ മറ്റൊരു ഭാഗത്ത് അയിലൊരു ഭാഗത്ത് കൂട്ടിയിട്ടാണല്ലോ മത്തി പിടിക്കാൻ പോയിണ്ടോ കടലിൽ പോയില്ലല്ലോ കടലിൽ ഞാൻ പോയി കിടക്കണ്ട 8 എഴുതാൻ അറിയോ ആളളക്കുക എടോ 8 എഴുതാൻ അറിയോ ആളളക്കുക സുഹൃത്തെ 8 എഴുതാൻ അറിയോ 4ാം ക്ലാസ്സിൽ 4 എല്ലാം കുത്തിരുന്ന് നോക്കി 8 88 വേണോ കണ്ടാ നിന്റെ കൈ കൊണ്ട് 8 എഴുതാനല്ല വണ്ടി കൊണ്ട് 8 എഴുതാൻ അറിയോന്ന് വണ്ടി കൊണ്ട് 8 വണ്ടി എന്താ ലൈസൻസിലാ കുട്ടികൾ കേൾക്കണ്ട എന്നോട് തോന്നുന്നല്ല കുറച്ചുകൂടി ടഫുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും വല്ലാണ്ട് ടഫാവില്ലേ അത് തുപ്പലിരിക്കുന്നുണ്ട് ടഫ് കുറയ്ക്കുക ടഫ് ഇത്തിരി കുറച്ചാൽ ലേശം കുറയ്ക്കുക ആളില്ലാത്ത ഒരു ലെവൽ ക്രോസ് ഇതെന്താക്കാനാ ആളില്ലാത്ത നിന്റെ സങ്കല്പാണ് നിന്റെ ബുദ്ധി പരിശോധിക്കാനുള്ള വിചാരിക്കാനുള്ളതാണ് മനസ്സിലായില്ലേ ആളില്ലാത്ത ഒരു ലെവൽ ക്രോസ് ആളുമില്ല ഗേറ്റുമില്ല റെയിൽ മാത്രം ഇങ്ങനെ കിടക്കുകയാണ് റെയിൽ മാത്രം നീ 2 വീലറിൽ ഇങ്ങനെ പോകുമ്പോ ഈ റെയിൽ ക്രോസ് ചെയ്യുമ്പോൾ റെയിൽ മുറിച്ച് കിടക്കുമ്പോ റെയിലിന്റെ സെന്ററിൽ എത്തിയോ നിന്റെ വണ്ടി അങ്ങ് ഓഫായി നിന്റെ വണ്ടിയുടെ വണ്ടി ഇന്നലെ 5 മണി കഴിഞ്ഞിട്ടോ സങ്കല്പത്തിൽ ഓഫായി മാത്രമേ വണ്ടി അങ്ങ് ലോക്കായി പോയി എന്നിട്ട് 12:45 ട്രെയിൻ വരും 12:43 വണ്ടി ലോക്കായി 2 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ട് ബാക്കി ഈ വണ്ടി ഓഫായാലൊക്കെ സാധാരണ എന്നോട് ക്ലച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഉന്തിയൊരു ഭാഗത്ത് ക്ലച്ച് പിടിച്ചിട്ട് ഉന്തിയൊരു ഭാഗത്ത് കൊണ്ടുവെക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല വണ്ടി ലോക്കായി പോയി അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ എന്നോട് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ പേരെ പോകണം വണ്ടി ഇവിടുന്ന് ലോക്കാണെന്ന് വെച്ചാൽ വീട് 8 കിലോമീറ്റർ ഉണ്ടോ വീട്ടിലേക്ക് വണ്ടിന്റെ മെക്കാനിക്കിനെ വിളിച്ചിട്ട് വന്നിട്ട് ആക്കം പോലെ ഞങ്ങൾ ചായക്ക് കുടിച്ച് വന്ന് വണ്ടി എടുത്ത് പോയി വീട്ടിൽ പോയി കുളിച്ച് കിടന്നിറങ്ങി ഭാര്യക്ക് ഒരു ഉമ്മയെ കൊടുത്തിട്ട് പോകും അപ്പത്തേക്ക് വണ്ടി കൊണ്ട് എന്റെ വണ്ടി അങ്ങോട്ട് പോകും ഏത് വണ്ടി നമ്മുടെ വണ്ടി ഏതുമ്പള വണ്ടി തീവണ്ടി ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറഞ്ഞേ ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി അറിയാൻ സമയത്തിന് വന്നിട്ടുണ്ടോ ഇന്നലെ പറിച്ചു വന്ന് 4 മണിക്കൂർ ലേറ്റ് ആവും ഇനി ജപ്പാന്റെ വണ്ടി പാളം തെറ്റി വരേണ്ടി വരും നിന്നോട് തോന്നുന്നല്ല കുറച്ചും കൂടി ടഫുള്ള ചോദിക്കേണ്ടി വരും അപ്പൊ ഒരു കൊട വരുമോ എന്തിനാ അത് മഴയൊന്നും പോയില്ല മഴയല്ല തുപ്പല് വല്ലാണ്ട് തിരക്കുണ്ട് ടഫ് കുറയ്ക്കാം ടഫ് അങ്ങോട്ടായിക്കാളി ആയിക്കോട്ടെ നമ്മുടെ തിരക്ക് പിടിച്ച പാളയും ടൗണും വളരെ വളരെ തിരക്ക് പാളയം ഇതും വിചാരിക്കാം സങ്കല്പിക്കുക ഒരു ഓണത്തിരക്കായിക്കോട്ടെ ഒരു പെരുന്നാൾ ഒരു ഓണത്തിരക്ക് ഈ ഒരു ഓണത്തിരക്കില് 2 വീലറിൽ പാളയത്തൂടെ ഇങ്ങനെ പോവാണ് ഇടക്കിടക്ക് പോകുന്നുണ്ടോന്നല്ല ഇപ്പൊ പോവാ 2 വീലറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നിന്റെ പിറകിൽ ഒരു ആന എന്താടോ പാളയത്ത് സങ്കല്പാണോ സങ്കല്പ വിചാരിക്കാനോ ഒരു ആന നിന്റെ പിന്നിൽ ഇങ്ങനെ വന്നിട്ട് അതൊക്കെ പൊട്ടി എന്താ ആന ചിഹ്നം വിളിച്ചത് എന്തിനാ വിളിച്ചത് കുളൂസാക്കല്ലേ ആശുപത്രി ഒന്ന് കുളൂസാക്കല്ലേ ആന അങ്ങനെ മതൊക്കെ പൊട്ടി
ഇല്ല വിളിച്ചില്ലല്ലോ. വിളിക്കല്ലേ? ആനങ്ങനെ മത്തൊക്കെ പൊട്ടി ചിന്നൊക്കെ പൊളിച്ച് നിന്റെ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ തൊട്ട് തൊട്ടില്ല തൊട്ട് ആന തൊട്ട് കളിക്കുക. ഈ തൊട്ട് കളിക്കുക. ഈ തൊട്ട് കളിക്കാണോ? ചോദ്യം എന്താന്ന് ചോദിക്കും. ആന വണ്ടിയുടെ ബാക്കിൽ തൊട്ട് പറഞ്ഞു വരും. അതെന്താ ചെയ്യാന്താ ചോദ്യം? അല്ല മതം പൊട്ടി ബാക്കിൽ ഇങ്ങനെ വരിക. വണ്ടിയുടെ ബാക്കിൽ ഞാൻ എന്താക്കുന്നു ശരിക്കാ നിങ്ങളാണ് എന്താക്കൂ? എന്റെ ബുദ്ധിയല്ല, നിന്റെ ബുദ്ധി പരിശോധിക്കാനാണ്. മനസ്സിലായോ? എന്റെ ബുദ്ധിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പാളയത്തിൽ കൂടെ ഈ ഓണത്തിരക്കിന്റെ ഇടയിൽ ഇന്ത്യ ഒരു 2 വീലർ മാത്രമൊന്നല്ലോ, മറ്റു വാഹനങ്ങളൊക്കെ വേറെ കുറെ 2 വീലർ പോകണ്ടാവും. എന്റെ പണ്ടാരടക്കാൻ ഈ ആന എന്റെ പുറകെ തന്നെ ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവില്ലല്ലോ. അതിന് വേറെ 2 വീലർ പിടിച്ചൂടെ? ശരിയായിണ്ടാവില്ല. അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇതിനും ഇങ്ങനെയുള്ള ഉത്തരവാദിത്തത്തിന് ലൈസൻസ് തരണോ തരണ്ടേ തീരുമാനിക്കേണ്ടി. വയനാട് ചുരം എവിടെയാണ്? വയനാട് ചുരം. ഇത്ര പെട്ടെന്ന് അവിടെ എത്തിയോ? സങ്കല്പാണോ? വയനാട് ചുരം. ഇരുഭാഗത്തും അഗാധമായ കൊല്ലികൾ. വയനാട് ചുരത്തിന് 2 ഭാഗത്തും കൊല്ലിയോ? വിടലായി 2 ഭാഗത്തും കൊല്ലില്ലോ. ഒരു ഭാഗത്ത് കൊല്ലി വിചാരിക്കാനുള്ളതാണ് സങ്കല്പം. ഇരുഭാഗത്തും അഗാധമായ കൊല്ലികൾ. മൂടൽ മഞ്ഞ് കെട്ടപ്പിടിച്ച് ചുരുണ്ടുപിടുന്ന ഒരു കറുത്ത സയാനം. ഈ സയാനത്തിൽ വയനാട് ചുരങ്ങി നീന്റെ കാറിൽ ഇങ്ങനെ വരികയാണ്. ഞാൻ കാറിലടോ. കാറോ? സങ്കല്പല്ലേ? സങ്കല്പാണ്. സ്കൂട്ടറൊക്കെ പോയി. ഇന്നോവ ആയിക്കോട്ടെ. ഈ വയനാട് ചുരങ്ങി കാറിൽ ഇങ്ങനെ വരികയാണ്. അല്ല ഇങ്ങോട്ട് വരിക. എപ്പോഴും അങ്ങോട്ട് പോയി. ശരിയാ. 100-160 സ്പീഡിൽ കത്തിച്ച് പിടിച്ച് വയനാട് ചുരങ്ങി ഇങ്ങനെ വരികയാണ്. എത്രയിലെ 160-ലോ? 160 പോണോ? സങ്കല്പത്തിൽ എത്ര സ്പീഡിൽ പോണോ? ഉറപ്പല്ലേ? വയനാട് ചുരങ്ങി കത്തിച്ച് പിടിച്ച് 100-160 സ്പീഡിൽ ഇങ്ങനെ താഴോട്ട് വരികയാണ്. ഇങ്ങനെ വരിക. കോട ഇറങ്ങിയിട്ടുണ്ട്. കടിക്കോ? പുലി? കോടാന്ന് പറഞ്ഞ മഞ്ഞാണോ? മഞ്ഞ. ഞാൻ പുലിയും കത്തിച്ച് പിടിച്ച് വയനാട് ചുരങ്ങി പൊടിപാച്ച് ഇങ്ങനെ വരികയാണ്. കത്തിച്ച് പിടിച്ച് 100-160 സ്പീഡിൽ കത്തിച്ച് പിടിച്ച് ഇങ്ങനെ വരികയാണ്. എന്താണോ നിങ്ങളുടെ കൂടെ? നിങ്ങൾ എന്താണ്? ഞാൻ പോയിക്കോളൂ. കത്തിച്ച് പിടിച്ച് വയനാട് ചുരങ്ങി പൊടിപാച്ച് 100-160 സ്പീഡിൽ ഇങ്ങനെ വന്നോ നിൽക്കുമ്പോ എന്റെ വണ്ടിന്റെ ബ്രേക്ക് അങ്ങോട്ട് അല്ലേ? ഇതല്ല ചോദ്യം. ഇങ്ങനെ മനസ്സിലായി? ഇത് മനസ്സിലാവുമ്പോ 10ാം ക്ലാസ് പാസ്സാവൊന്നും വേണ്ട. കാലവാലം എന്തിച്ചാൽ അറിയാം പാത്താനാന്ന്. അപ്പോഴെങ്കിലോട് ഞാൻ പറഞ്ഞതാ ഒലക്കമ്മല് പോക്ക് പോണ്ടാണ്. പണ്ടാരടക്കമുള്ള പോക്ക് പോണ്ടാ നിങ്ങളോട് ഞാൻ പറഞ്ഞതാ അല്ലേ? 160 പണ്ടാരടക്കണ്ട നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ മനുഷ്യ. ഒരു 60 എനിക്ക് നീ ചെയ്തുകൂടെയോ? എന്തായി? വണ്ടിന്റെ ബ്രേക്ക് അല്ല. വണ്ടിന്റെ പോയി പോകും. അമ്മാരി അലാക്കിലെ പോക്കാ നിങ്ങൾ പോയത്. നിങ്ങൾ ആരാണ്? ആർടി ഓഫീസറാക്കി. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? വണ്ടിന്റെ ബ്രേക്ക് അഥവാ വണ്ടിന്റെ ബ്രേക്ക് പോയാൽ ഞാൻ പുല്ലും കൂടുതൽ കയറ്റി കാണും. വയനാട് ചേർത്ത് പുല്ലും കൂടെ വെച്ചിരിക്കുകയാണ്. പുല്ലും കൂടെ ഒന്നും ഉണ്ടാവില്ല. ചോദിക്കാം. അല്ല നല്ല പോലെ വന്നും കൊണ്ടിരിക്കാൻ മനുഷ്യൻ. അതിന്റെ ഇടയ്ക്ക് ബ്രേക്കും പോയി നിൽക്കുന്നുണ്ടല്ലേ? വെടിയുണ്ട് പന്നിന്റെ ഇടയ്ക്ക് നിൽക്കുക. ഇത് അവസാനത്തെ ചോദ്യം. ഇതിലെനിക്ക് കിട്ടുമോ? തരണ്ടേ തീരുമാനിക്കും. തരണ്ടോന്ന് തീരുമാനിക്കുള്ളൂ അല്ലേ? ലൈസൻസ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഉത്തരം ഞാൻ പറയാൻ പോവാണ്. സങ്കല്പല്ലേ? വയനാട് ചുരത്തിന്റെ ഇന്നോവ കാർ താഴോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കില്ല. 160 സ്പീഡിൽ വന്നോണ്ടിരിക്കുകയാണ്. ബ്രേക്കില്ലാണ്ട് താഴോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതിന്റെ കാറിന് പെട്ടെന്ന് ബ്രേക്ക് പറഞ്ഞു. ബ്രേക്ക് വരിക. എന്താ വന്നാല്? ബ്രേക്ക് വരിക. എന്താ വന്നാല്? ബ്രേക്ക് വിണ്ടരുത്. ബ്രേക്ക് വന്നപ്പോ ഞാൻ കൂളായിട്ട് ബ്രേക്ക് അവിടെ ചവിട്ടി. വണ്ടി കൂളായിട്ട് അവിടെ നിന്ന് ഞാൻ ഡോറ് തുറന്ന് ഞാൻ ഡോർ അടച്ച് ഞാൻ കഴിച്ചലായി. എന്താ ഓന്ത് കളിക്കുമ്പോൾ കളിക്കണം? എന്തായിന്ന്? ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണോ ബ്രേക്ക് വരിക? അല്ല എന്താ വന്നാലേ ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണ് ബ്രേക്ക്? അല്ല എന്താ വന്നാലോ ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണോ ബ്രേക്ക്? എന്താ വന്നാലേ ആക്കാപിത്ര നോക്കില്ല. കണ്ണട കുത്തിപ്പൊട്ടിയാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വന്നപ്പോ മൂന്ന് നിങ്ങൾ എന്നോട് തുടങ്ങിയതാ സങ്കല്പിക്ക്. ഇത് അങ്ങോട്ട് സങ്കല്പിച്ച് നോക്കി മനുഷ്യ.